GDP ഇന്ത്യ 8.2% ഗ്രോത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സെക്കൻഡ് ക്വാർട്ടറിൽ. അതായത് ഈ ഫിസിക്കൽ ഇയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏപ്രിൽ ടു, അതായത് ഒരു വർഷത്തെ ഏപ്രിൽ മുതൽ നെക്സ്റ്റ് ഇയർ മാർച്ച് 31 വരെയാണ് ഈ ഫിസിക്കൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ, അതാണ് ഫസ്റ്റ് ക്വാർട്ടർ. സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, ഇതാണ് സെക്കൻഡ് ക്വാർട്ടർ. ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ 50% താരിഫ് എന്നുള്ള ഒരു ഭീഷണിയിൽ തന്നെയാണ് നമ്മൾ തുടർന്നത്. അതിനെ തുടർന്ന് നമ്മളുടെ എക്സ്പോർട്ട് മേഖലയൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് വന്നിരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു Q2, അതായത് ഈ ക്വാർട്ടർ ടു, സെക്കൻഡ് ക്വാർട്ടറിൽ ഇന്ത്യ നേടിയ ഈ ഒരു GDP വളർച്ചയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം കൈവരുന്നത്. ഇത്തവണത്തെ GDPക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ 50% താരിഫ് ഇട്ട് ഇന്ത്യയെ അങ്ങ് മുക്കിക്കളയുമെന്ന് പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പ്രസ്താവന. അപ്പോൾ ആ ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ നിന്നും പലരും ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റുകൾ, എന്തിനു വേദം പല സോക്കാൾഡ് മാധ്യമപ്രവർത്തകരൊക്കെ അമേരിക്ക 50% താരിഫ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനി ഇന്ത്യ മുന്നോട്ട് പോകില്ല, ഇന്ത്യയുടെ വളർച്ചയെ അത് ഭയങ്കരമായി ബാധിക്കും എന്നുള്ള നിലയിലൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ പലരും തെറ്റിദ്ധാരണ പരത്തി. അതായത് അവർക്ക് എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം എടുത്തുള്ള ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അവർ ആധികാരികമായിട്ട് മുന്നോട്ട് വെച്ചത്. നമ്മൾ ഇതിനകത്ത് ഇഴകേറി പരിശോധിച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ന്യൂആൻസസ് നമുക്ക് കാണാൻ കഴിയും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഓവറോൾ 8.2% ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതിന്റെ നോമിനൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 8.7% ആണ്. അതാണ് ആക്ച്വൽ ഗ്രോത്ത്. ഓവറോൾ ഓൾ ദ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 8.7% ആണ് ഗ്രോത്ത്. ഇതിനകത്ത് ഇൻഫ്ലേഷൻ ഇതിനകത്ത് നമുക്ക് നീക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 8.2%, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓവറോൾ ആനുവലി നമ്മുടെ ഗ്രോത്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു 7.4 to 7.5% ഗ്രോത്ത് മസ്റ്റ് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തും ആനുവലി. ഇതുകൊണ്ടുണ്ടാകുന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തിന് നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ 7.5% ഗ്രോത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു വാഗ്ദാനമാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത രണ്ട് സുപ്രധാന മേഖലകളാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനകത്ത് ഒന്ന്